തലശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് കഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം. എന്തോ ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തു. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പോകാത്ത സമരങ്ങളില്ല, കൊള്ളാത്ത തല്ലുകളില്ല. പക്ഷെ ഒരു വിഷയം വന്ന സമയത്ത് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് മാറ്റേണ്ടി വന്നു. പാർട്ടിയുടെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടി പോലും കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാഹുലിൻ്റെ ഇരിപ്പും മട്ടുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു ദിവസം കൊണ്ടാണ് ഇന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. 15 വർഷം മുമ്പ് ഇതേ ദിവസമാണ് എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞൊക്കെ കിടക്കുന്നു. ഓക്കെ, ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാണെങ്കിലും രാഹുലിൻ്റെ ആ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കെന്തൊരു ചെറിയൊരു വിഷമം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയത്തിൽ രാഹുലിനെ പോലൊരു നേതാവിനെ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ടൊന്ന് പോകാം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. രാഹുലിനെ വി ഡി സതീഷിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഹൈപ്പ് ഉണ്ട്, ആ ഹൈപ്പും കൂടെ അങ്ങ് കൊടുക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ ഒരു ഇരിപ്പ് ഈ രാജ്യത്ത് ഇരിക്കുന്ന കണ്ടോ? പുള്ളി ഇരിക്കുന്ന ആ ഭാഗം എന്ന് വെച്ചാൽ ഏറ്റവും പുറയിലാണ്. VIP ആളായിട്ടുള്ളവരെല്ലാവരും ഫ്രണ്ടിലാണ്. അറിയാമല്ലോ, ഒരു MLA കൂടെ ആയിരുന്നു. ആ പുള്ളിക്കാരൻ ഏറ്റവും പുറകിൽ ഒരു കസാരയിൽ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടേണ്ട ഒരു വ്യക്തിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറേ എണ്ണം വന്നൊരു കമൻറ്റ് ബോക്സിൽ പറയും അവൻ്റെ കയ്യിരിപ്പ് കാരണമല്ലേ, അവൻ്റെ മറ്റേത് കൂടുതലായിട്ടുള്ള സോക്കേട് കൊണ്ടല്ലേ അവൻ ഈ പണി കിട്ടിയത്, അഹങ്കാരത്തിന് കൈയും കാലും വെക്കാത്തവനൊക്കെ. അവൻ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്തുവാ, സഖാവ് പിണറായിയെ പച്ചയ്ക്ക് തെറി വിളിച്ചത്. അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്താ, പിന്നെ അതുപോലെ തന്നെ വന്ന പെണ്ണുങ്ങൾ എങ്ങനത്തെ തരമാണ്, ഏതൊക്കെ തരമാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവൻ്റെ അടുത്ത് വന്ന് സഹകരിച്ച സമയത്ത് പോലും കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം പോലും മറച്ചു വെച്ചിട്ടാണ് ഈ പറയുന്ന യുവതികൾ ഈ പറയുന്ന കാര്യങ്ങളും തോന്നിവാസമൊക്കെ പരസ്പര സമ്മതത്തോടെ ചെയ്തിട്ട് അവസാനം അത് വേറെ രീതിയിലോട്ട് ആക്കി മാറ്റുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അല്ലേ, നിങ്ങളുടെ അഭിപ്രായം അത് കറക്റ്റായിട്ട് അത് രേഖപ്പെടുത്തണം. ഇനി നമുക്ക് സതീഷിൻ്റെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഈ പറയുന്ന സതീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മ ഈ പറയുന്ന രാഹുൽ ഗാന്ധി വി ഡി സതീഷിനൊക്കെ കൂടെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്, ആ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സാക്ഷാൽ പിണറായി വിജയൻ. അദ്ദേഹം വല്ലതും ആയിരുന്നെങ്കിലോ കടക്കുപുറത്ത് ഈ അമ്മോ, ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിരിച്ച മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചിരിച്ച മുഖ്യമന്ത്രി. സത്യം, അദ്ദേഹത്തിന് ഒരു ആഡംബരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാൾ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. സാധാരണ പണ്ട് എങ്ങനെ സതീശൻ അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. നമുക്ക് രാഹുലിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ തിരിച്ചു വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ട. ഇവിടെ കിടന്ന് കോൺഗ്രസ്സുകാർ ഈ ഇടയ്ക്ക് തമ്മിലടിയും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് നിങ്ങൾ ഒറ്റ ഒരാൾ ആലോചിക്കണം. നിങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കി രാഹുൽ മാങ്കൂട്ടനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. രാഹുലിന് മറ്റേത് പാർട്ടി പോയാലും അവന്മാർ സീറ്റ് കൊടുത്താൽ അവർ പുഷ്പം പോലെ ജയിക്കും, അത് വേറെ കാര്യം രാഹുലിന്. പക്ഷെ രാഹുൽ പോയിട്ടില്ല. പാർട്ടി തള്ളി പറഞ്ഞെങ്കിലും ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഉറച്ച കോൺഗ്രസ്സുകാരനായിട്ട് കണ്ടുപഠിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരെ രാഹുലിനെ പോലൊരു ആൾക്കാരെ നിങ്ങൾ കണ്ടുപഠിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു സ്റ്റാൻഡോടെ തന്നെ പാർട്ടി പുറത്താക്കിയാലും ഞാനിപ്പോഴും കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഗണേഷ് കുമാറിനെ പോലുള്ള പല തന്തയ്ക്ക് പറഞ്ഞവന്മാരൊക്കെ കാണിച്ചു കൂട്ടി എന്താണ്, ഉമ്മൻചാണ്ടിയെ പോലൊരു നല്ലൊരു മനുഷ്യനെ മോശക്കാരനാക്കിയിട്ട് ആ സരിത എന്ന് പറഞ്ഞ സ്ത്രീയും കൂടെ കൂട്ടുപിടിപ്പിച്ച് ഓരോ 3-4 പേപ്പറിൽ എഴുതി കയറ്റി വെച്ചുണ്ടാക്കിയ കുത്തിത്തിരിപ്പോലും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ പല തോന്നിയ കാട്ടിക്കൂട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. ഇപ്പോഴും പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോ സജഷൻ്റെ വീഡിയോയിലോട്ട് പോവാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാനും മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ
വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പത്ത് വർഷത്തെ കാത്തിരിപ്പ് കേട്ടോ, 10 വർഷത്തെ കാത്തിരിപ്പ്. പിന്നെ അതുപോലെ മാത്രമല്ല, നമ്മുടെ RSSലെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. പണ്ട് കോൺഗ്രസിനൊന്ന് ഭരണം കിട്ടിക്കോട്ടെ, യുവമാരെ സോക്കേടങ്ങ് തീർത്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ കുറേ സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ കോൺഗ്രസിനാണ് ഇവിടെ ഭരണം കിട്ടിയെങ്കിലും BJPയിലെ ഈ RSSലൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവന്മാരെടുത്ത് 4 പൊട്ടിക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ വരണം, അല്ലെങ്കിൽ അവരുടെ പാർട്ടി പറഞ്ഞു. എന്തായാലും അവരുടെ പാർട്ടി ഇപ്പോഴേ വരത്തില്ലെന്ന് അവർക്ക് നല്ല രീതി അറിയാവുന്നതുകൊണ്ട് അവർ കോൺഗ്രസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഭരണം കിട്ടാൻ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഡാനിയും മറ്റേതാണ് മറച്ചതാണ് ഉദ്ദേശിച്ചൊന്നും ആരും കരുതൊന്നും ചെയ്യല്ലേ. എന്നിട്ട് ബാക്കി കൂടെ കാണാം. ഓക്കെ നമ്മളത് വെക്കുന്നില്ല. അതിനേക്കാളും വേറൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ചാണ്ടി ഉമ്മ എന്താ പുള്ളി ഇപ്പോഴില്ല കൊച്ചു പിള്ളേരെ പോലെ ഓടിച്ചാടി നടന്ന്. എന്തായാലും ഒരു കാര്യം പറയാം, അച്ഛൻ്റെ പേര് നിലനിർത്തും. ആ ഒരു മകനുണ്ടല്ലോ, അച്ഛൻ്റെ പേര് നിലനിർത്തും. മക്കളായ ഇതുപോലായിരിക്കണം. അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം, അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരമ്മ കണ്ടതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ വെച്ച് തരാം. ഓക്കെ, ആ വീഡിയോ നോക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. ഇതാണ് ആ വീഡിയോ, ഒരു മിനിറ്റ്. ഓക്കെ, എന്നോടൊപ്പം ഇവിടെ ഒരു അമ്മയുണ്ട്. ഞാൻ ഈ അമ്മയുടെ പേരെന്താ? എന്റെ പേര് സീതാകൃഷ്ണ അമ്മാൾ. സതീശനിട്ട പേരാ അമ്മാളും അമ്മ. സതീശനിട്ട പേര് എനിക്ക് അമ്മാളും. സതീശന്റെ പേരാണോ? എന്താണ് അതിന്റെ കഥ എന്ന് പറയൂ. കഥ പറയാം. ആദ്യമായിട്ട് വെള്ളപ്പൊക്കം വന്നു, പ്രളയം വന്നപ്പോ ഞങ്ങള് മാട്ടുമ്പോ പാലൊക്കെ മുങ്ങി. എല്ലാരും കൂടെ പെരുമണ്ണൂർ സ്കൂളിലേക്ക് കൊണ്ടുപോയപ്പോ ആ സ്കൂളിൽ ഭക്ഷണവും ഉടുക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സതീശനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സതീശൻ വരുന്നതായില്ല. അമ്മയുണ്ടോ ഇതിനകത്ത്? അയ്യോ മക്കളെ കണ്ടു, എത്ര എണ്ണമാണ്. അമ്മ പേടിക്കണ്ട അമ്മ, ഞാനില്ല നിങ്ങളുടെ കൂടെ, പിന്നെ എന്തിനാ പേടിക്കണേ? ഞാൻ ജീവനോടുകൂടി ഉണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണവും ഉടുക്കാനും കഴിക്കാനും കിടക്കാനും ഒക്കെ തന്നെ. ഈ 10 നിമിഷം കൊണ്ട് സ്കൂള് മുങ്ങിയപ്പോ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് 3-ാം നിലയിൽ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. പെരുമരുന്നയില് 3-ാം നിലയിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. ഇന്നും അയാളുടെ പേര് ഓർക്കാത്ത ദിവസമില്ല കൂട്ട. സത്യം പറയാം, എനിക്ക് പെറ്റ മക്കളില്ല. 2 മക്കളെയും കൊണ്ടുപോയി. എനിക്ക് തന്നില്ല ദൈവം. ഇങ്ങനെ എനിക്ക് പൊട്ടാത്ത മക്കൾ. നിങ്ങളെ എന്റെ മക്കളാ. മകനെ പോലെ മകൻ തന്നെയാണ്, മകനാണ്. അങ്ങനെയൊക്കെ ഞാൻ അമ്മയാണ്. അമ്മയെന്ന് എവിടെയുണ്ടെങ്കിലും വിളിച്ച് കൂട്ടിപ്പിടിക്കും. ചിത്രമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു ഫോട്ടോ ഇനിയുണ്ട്. ഇതൊക്കെ ഇതിനി PR വർക്കാണെന്നൊന്നും പറഞ്ഞിടക്കൊന്നും ചെയ്യല്ലേ. കാരണം വേറൊരു വീഡിയോ കൂടെ കാണാനായിട്ടുണ്ടായിരുന്നു. അഥവാ PR വർക്ക് എങ്കിൽ PR വർക്ക് എന്തോ ആയിക്കോട്ടെ. ഇതേണ്ടേ ആ അമ്മയെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അതായത് സ്റ്റേജിൽ അമ്മയെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരെ പോലെ കടുക്ക പുറത്ത് അതാണ് ഇതൊന്നും വിളിച്ച് പറയുന്നില്ല. ഇതും കൂടെ ഒന്ന് കാണാം.
ഓക്കെ അമ്മയുടെ ഉമ്മയുടെ സന്തോഷമൊക്കെ കണ്ടില്ലേ? അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ്റെ സന്തോഷങ്ങൾ, എല്ലാവരുടെയും സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിഷമവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കോടതി എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ, അവിടെ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അവിടെ തെളിയട്ടെ. ഇപ്പോഴും ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിരപരാധിയായിട്ട് തന്നെയാണ് കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു കേസ് കെട്ടിൽ മാത്രം പരസ്പര സമ്മതത്തോടെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിലാണ് പരസ്പര സമ്മതത്തോടാണ് നടത്തുന്നത്. അല്ലാതെ ഒരാളെ സമ്മതമില്ലാതെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, ആർക്കൊക്കെയാണ് സംരക്ഷണം കൊടുക്കുന്നത് എല്ലാം അറിയാമായിരുന്നല്ലോ ഗണേഷ് കുമാർ. ഇനിയും നമുക്ക് നോക്കാം ഇനി എന്താണെന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഫോളോ ചെയ്യുക. ബൈ, ലവ് യു ഓൾവേസ്. ഓക്കെ, ബൈ ബൈ. അഹങ്കാരമൊന്നുമല്ല കേട്ടോ. കാരണം ഇപ്പം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സബ് കുറവ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആരും അൺസബ് അടിച്ച് പോയതല്ല, കുറവാണ്, കയറുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പിന്നെയും ചോദിക്കുന്നത്. ബൈ ബൈ.